ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് റവ കൊണ്ടുള്ള കേസരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഈ ഒരു കപ്പിൽ 2 കപ്പ് വെള്ളം ഞാൻ അടുപ്പിൽ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഈ ചെരുവത്തിൽ വെച്ചിട്ടുണ്ട്. അത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പ്. 2 കപ്പ് ചെറിയ കപ്പിനാണ്. ഒരല്പം കളർ, ഓറഞ്ച് ഫുഡ് കളർ ഞാൻ ചേർക്കുന്നുണ്ട്. അല്പം മാത്രം. വെള്ളം നല്ലപോലെ തിളയ്ക്കട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കിനി അത് മാറ്റി വെക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പൊന്ന് മൂത്ത് വരട്ടെ. അന്നേരം നമുക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് പകുതി മൂത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. നല്ലപോലെ മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇത് നെയ്ക്കകത്തുനിന്ന് കോരിയെടുക്കാം. ആ നെയ്യിലേക്ക് നമുക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. എത്ര റവ എടുക്കുന്നോ അതിൻ്റെ ഇരട്ടി വെള്ളമാണ് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഈ 1 കപ്പ് റവ നമുക്ക് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. റവ ഇങ്ങനെ മൂപ്പിക്കുന്നത് ഇങ്ങനെ ഒന്നിലൊന്ന് തൊടാതെ വിട്ട് കിടക്കാൻ വേണ്ടിയാണ്. നല്ല അതിൻ്റെ പച്ചമണം പോകുന്ന വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. റവയെല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് നേരത്തെ തിളപ്പിച്ച് വെച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. മധുരം കുറച്ച് മതിയെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ഇത് കറക്റ്റ് പരുവമാണ്. ഇതിന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ തന്നെ നമുക്കതിൻ്റെ കൂടെ കുറച്ച് ഏലക്ക പൊടിച്ചത് കൂടെ ചേർക്കാം. പഞ്ചസാരയെല്ലാം നല്ലപോലെ അലിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ സ്വാദിഷ്ടമായ റവ കൊണ്ടുള്ള കേസരി. ഇത് കട്ടിക്ക് കണ്ടിച്ചെടുക്കുന്ന പോലാണെങ്കിൽ നെയ്യുടെ അളവ് കുറച്ചാൽ അങ്ങനെ കിട്ടും. എല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്